ഹരേ കൃഷ്ണ രാധേശ രാധേശ. ഹരേ നാരായണ ഹരേ നാരായണ ഹരിയും ഹരിയും. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളിന്ന് പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് എങ്ങനെയാണ് ഉച്ചപൂജ നട അടച്ച് തുറന്ന സമയത്ത് എങ്ങനെയാണ് കണ്ണൻ എങ്ങനെയാ നിൽക്കുന്നതെന്ന് കാണണ്ടേ? അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമ്മളതാ ശ്രീലകത്തേക്ക് പോവാണ്. ആ ഗുരുഭവനപുരിയിലേക്ക് എത്തുകയാണ് കേട്ടോ. നമ്മള് എൻ്റെ ശബ്ദത്തോടൊപ്പം എല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് എത്തുക. ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമ്മളിങ്ങനെ ആ കൊടിമരത്തിന്റെ കീഴേ കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ ശ്രീലകത്തേക്ക് എത്തുവാണ്. പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് എങ്ങനെയാ നിൽക്കുന്നത് എന്നുള്ള ഭാവം നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു. കുറച്ച് മുമ്പ് എനിക്ക് ഗുരുവായൂർന്ന് വിദ്യയാണ് അയച്ചിരുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് വലത്തെ കയ്യില് ഓടക്കുഴലും പൊന്നോടക്കുഴൽ ഊതി നിൽക്കുന്ന പൊന്നുകണ്ണനെയാണ്. തൃക്കാൽക്കൽ പണച്ച് വെച്ചുകൊണ്ട് പൊന്നോടക്കുഴൽ ഊതി നിൽക്കുന്ന കണ്ണനെയാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് അതാ പറയുന്നു, വലത്തെ കയ്യിൽ വെണ്ണയും ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെയാണ് എന്ന് പറയുന്നത്. ഇന്നലെയും അത് തന്നെയായിരുന്നു ഭാവല്ലേ. ആ പൊന്നോടക്കുഴൽ പിടിച്ചുകൊണ്ട് കയ്യിലെ വെണ്ണയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ. ഏതായാലും ഞാൻ വിചാരിച്ചു ഫൈനൽ ഡിസിഷൻ എങ്ങനെയാണ് ഗുരുവായൂരിൽ നിന്നുള്ള റിപ്പോർട്ട് ഇങ്ങനെയാണ്. പൊന്നുണ്ണിക്കണ്ണൻ വലത്തെ കയ്യിൽ വെണ്ണ പിടിച്ച് ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴൽ പിടിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെയാണെന്ന് നമുക്ക് ശ്രീലകത്ത് കാണുന്നത്. ഏതായാലും ഏത് ഭാവമായാലും പൊന്നുണ്ണിക്കണ്ണനെ എങ്ങനെ കണ്ടാലും, ഏത് ഭാവത്തിൽ കണ്ടാലും, ഏത് രൂപത്തിൽ കണ്ടാലും, എങ്ങനെ കണ്ടാലും, എങ്ങനെ നിന്നാലും, ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ നിന്നാലും അത് നമ്മുടെ ഉണ്ണിയാണ്, നമ്മുടെ പൊന്നുണ്ണി കണ്ണനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ലേ. ഹരേ കൃഷ്ണ. ഉണ്ണി എങ്ങനെ നിന്നാലും നമുക്ക് സന്തോഷമാണ്. ഉണ്ണിയുടെ ദാമോദര മാസത്തിൽ ഉണ്ണി എങ്ങനെയൊക്കെയാണ് നമ്മളെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നത്, നമ്മളിങ്ങനെ വട്ടം കറക്കുന്നത്. യശോദാമ്മയെ പോലെ തന്നെ നമ്മളെയും ഇങ്ങനെ ശ്രീലകത്ത് നമ്മളെ ഇട്ട് വട്ടം കറക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ട്. വല്ലാത്ത കുറുമ്പനാണ്. ദാമോദര മാസത്തിന്റെ പ്രത്യേകത അറിയാം. ഇങ്ങനെ ഉണ്ണിയെ കുറുമ്പ് കൂടിയോണ്ടൊക്കെ ഇങ്ങനെ കെട്ടിയിടാൻ വരില്ലൊക്കെ കെട്ടിയിടേണ്ടൊക്കെ അവസ്ഥ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പൊന്നുണ്ണിയാണ്. അതാ എങ്ങനെ പോയാലും നമ്മുടെ ഉണ്ണി കുറുമ്പൻ തന്നെയാണ്. കുറുമ്പുള്ളത് തന്നെയാണ് നല്ലത്. ഹരേ ഉണ്ണിക്ക് അതാ ഇഷ്ടം. ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനെ നമ്മളിങ്ങനെ ആ കയ്യിൽ വലത് കയ്യിൽ വെണ്ണ പിടിച്ചുകൊണ്ടും ഇടത് കയ്യിൽ പൊന്നോടക്കുഴൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാവമാണ് ഇന്ന് ശ്രീലകത്തുള്ളത് എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ഈ ഒരു ഭാവത്തെ നമുക്ക് ഇങ്ങനെ വേണം കാണാനായിട്ട്. ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് എല്ലാവരും അടുത്തേക്ക് വരിക. അങ്ങനെ നമ്മളിന്ന് ശ്രീലകത്തേക്ക് പോകുന്നു. ആ കണ്ണൻ ഇങ്ങനെ നിൽക്കുന്നത് കാണാണ്. അങ്ങനെ നിൽക്കുമ്പോഴേ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നമ്മളെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ കണ്ണനുണ്ടല്ലോ, പൊന്നുണ്ണിക്കണ്ണൻ. അതാ വലത്തെ കയ്യിൽ വെണ്ണ പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് ആ പൊന്നോടക്കുഴലൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ഭാവത്തിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുക. ആ വെണ്ണക്കല്ല് പോലെ ഇങ്ങനെ എന്താ പറയുക, ആ നീല വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ എത്തുന്നതായിട്ട് ആ പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഭഗവാനെ ഈ ഒരു ഭാവത്തിൽ വെണ്ണ പിടിച്ചു നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ഭാവത്തെ എല്ലാവരും മനസ്സിലേക്ക് കൊണ്ടുവരാൻ സങ്കല്പിക്കുക. മനസ്സ് നിറയട്ടെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഈ ഒരു ഭാവത്തിൽ, ആ പൊന്നു തിളക്കത്തിൽ, ആ പുഞ്ചിരിയിൽ എല്ലാവർക്കും ലയിച്ചു ചേരാൻ സാധിക്കട്ടെ. അങ്ങനെ ഭഗവാനെ കാണാനായിട്ട് പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് മനസ്സ് നിറയാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ആ പൊന്നുണ്ണി ഇങ്ങനെ നിൽക്കുന്നു. ആ അരമണിക്ക് ഇങ്ങനെ കാൽത്തളകളൊക്കെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ള ഗോപീചന്ദന കുറിയൊക്കെ തൊട്ട് ആ രണ്ട് കയ്യിലും നെഞ്ചത്തൊക്കെ ആ ഗോപീചന്ദനമൊക്കെ തൊട്ടുകൊണ്ട് അങ്ങനെ അരമണിക്ക് ഇങ്ങനെയൊക്കെ വീതി കൂടിയിട്ടുള്ള എല്ലാം ഇട്ടുകൊണ്ട് ഉണ്ടമാല വനമാലയൊക്കെ ചാർത്തിക്കൊണ്ട് കളയമാലയും പാലയ്ക്കമാലയൊക്കെ ചാർത്തിക്കൊണ്ട് 2-3 മാലകളൊക്കെ ചാർത്തിക്കൊണ്ട് അങ്ങനെ പൊന്നിൽ തിളങ്ങി നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അങ്ങനെ ഉണ്ണിയുടെ ആ പുഞ്ചിരിയിൽ നമ്മളിങ്ങനെ കാണുന്നു. ആ വെണ്ണ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അല്ലേ. വലത്തെ കയ്യിൽ വെണ്ണയുണ്ട് എന്ന് പറഞ്ഞു. ആ വെണ്ണ നമുക്ക് കാണാം. ആ കയ്യിലെ വെണ്ണ അത് പൊന്നുണ്ണിക്കണ്ണൻ കഴിച്ചു കഴിഞ്ഞതാണ്. ഒരുപാട് വെണ്ണ കഴിക്കുന്ന സ്വഭാവമാണ്. എത്ര കഴിച്ചാലും പൊന്നുണ്ണിക്ക് മതിയാവില്ല അല്ലേ. പക്ഷെ ഇന്ന് നോക്കൂ,
പൊന്നുണ്ണിയുടെ വയറൊക്കെ നന്നായി നിറഞ്ഞിട്ടുണ്ട്. പൊന്നുണ്ണിക്ക് ഇനി ആ കയ്യിൽ പിടിച്ചത് ആർക്കാണെന്നറിയോ? ആ കയ്യിൽ പിടിച്ച വെണ്ണ അത് നമുക്ക് വേണ്ടിയിട്ടാണ്. പൊന്നുണ്ണി കണ്ണൻ നമുക്ക് ആ വെണ്ണ നമുക്കായിട്ട് തരുന്നു. ശ്രീലകത്തേക്ക് എത്തുന്ന ഓരോരുത്തർക്കും ആ പൊന്നുണ്ണിയുടെ കയ്യിൽ നിന്ന് ആ വെണ്ണ നമ്മുടെ നാവിലേക്ക് വെച്ച് തരുന്ന ഒരു അനുഭവത്തെയാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ അടുത്തേക്ക് വിളിച്ച് നമ്മുടെ നാവിൽ ഒരു തുള്ളി വെണ്ണ വെച്ച് തരുന്നു. അതിനായിട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ വെണ്ണയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. ഇന്ന് കണ്ണൻ്റെ കയ്യിൽ നിന്ന് ആ വെണ്ണ കഴിക്കാൻ കിട്ടിയ നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗ്യം നമ്മുടെ മനസ്സ് നിറയുന്നു. ആ വെണ്ണ നാവിൽ വെച്ചിട്ട് അതങ്ങനെ അലിഞ്ഞു ചേരുന്നു മനസ്സിലേക്ക്, ശരീരത്തിലേക്ക്. അലിഞ്ഞു ചേരുന്ന ആ വെണ്ണയിൽ നമ്മളും ഒപ്പം ആ കണ്ണനിലേക്ക്, ആ പൊന്നുണ്ണിയിലേക്ക് അലിഞ്ഞു ചേരുന്നു. എന്ത് ഭാഗ്യമല്ലേ കണ്ണൻ തരുന്ന വെണ്ണ കഴിക്കാനായിട്ടും കണ്ണനോടൊപ്പം ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്ന ആ മനോഹര ഭാഗ്യം. ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് താണു വണങ്ങി തൊഴുതുകൊണ്ട് ആ വെണ്ണ വാങ്ങിക്കഴിച്ച് സകല ദുഃഖങ്ങളും മറന്നുകൊണ്ട്, വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും എന്തൊക്കെ പറയാനാണ് എന്ന് ശ്രീലകത്തെത്തിയത്. മനസ്സുകൊണ്ട് പലതും പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തു പറയാൻ സാധിച്ചു? ഒന്നും പറ്റിയില്ല. തന്നതോ വെണ്ണയും. കണ്ണൻ്റെ കയ്യിൽ നിന്ന് ആ വെണ്ണ വാങ്ങി നാവിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ അലിഞ്ഞു ചേരുന്നത് സർവ്വ ദുഃഖങ്ങളുമാണ്. ഇല്ലാതായിപ്പോയത് നമ്മുടെ സകല വേദനകളും വേവലാതികളും ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ്. ആ കണ്ണനിൽ നിന്ന് ഓരോരുത്തർക്കും വെണ്ണ വാങ്ങി കഴിക്കാൻ പറ്റിയ ആ മനോഹരമായ വാക്യം എപ്പോഴും മനസ്സിൽ എല്ലാവർക്കും സദാസമയം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേശൻ രാധേശൻ. ആ പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കണ്ടു തൊഴുതുകൊണ്ട് ആ മനോഹരമായ ഭഗവാന്റെ ആ തൃപ്പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് പൊന്നുണ്ണിയെ കണ്ട് തൊഴുതുകൊണ്ട് ഈ സന്തോഷത്തിൽ കണ്ണനിലേക്ക് എത്തിച്ചേർന്ന നമുക്ക് ഓരോരുത്തർക്കും മനസ്സറിഞ്ഞുകൊണ്ട് നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ എപ്പോഴേ അറിയുന്നവനാണല്ലേ കണ്ണൻ. എല്ലാം അറിഞ്ഞിരിക്കുന്നു. ഈ വന്നത് ആരാണെന്ന് കണ്ണനറിയാം. പറയാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കതാ വെണ്ണ വെച്ച് നീട്ടുന്നു ആ കണ്ണൻ. ആ പൊന്നുണ്ണിക്കണ്ണനെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. എല്ലാവർക്കും ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ സാധിക്കട്ടെ. എല്ലാവരുടെ മനസ്സിലും ആ പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ വന്ന് നിറയട്ടെ. ആ തൂവെണ്ണ നമ്മളിലേക്ക് തന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദങ്ങളെ നമുക്ക് നമസ്കരിക്കാം. ആ പൊന്നുപാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ഭഗവാനെ കണ്ടുകൊണ്ട് താണു വണങ്ങിക്കൊണ്ട് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പൊന്നുപാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒന്ന് തിരിയാണ്. മനസ്സ് നിറഞ്ഞുകൊണ്ട് പോരാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇനി എന്ത് വേണം? കണ്ണനെ അറിയാൻ, കണ്ണന് നമ്മളെ അറിയാൻ ഇനി എന്താ വേണ്ടത്? ഇതിലപ്പുറത്ത് വേറെന്താ വേണ്ടത്? തൻ്റെ ഭക്തരെ എപ്പോഴോ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കണ്ണൻ. അതാണ് കണ്ണൻ്റെ കയ്യിലെ ഇന്ന് കണ്ട വെണ്ണ എന്ന് ഞാൻ പറയും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇന്ന് എന്നോടൊപ്പം ഭഗവാനെ കാണാൻ ശ്രീലകത്തെത്തിയ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ അവിടെ എത്തിയ ഗുരുപാവനപുരിയിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതേപോലെ വീടുകളിൽ എത്താൻ പറ്റാതെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളായിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹവും ശാന്തിയും സമാധാനവും കൊടുക്കണേ, എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരിലേക്കും ഭഗവാന്റെ ദിവ്യമായ വെളിച്ചം എല്ലാവരിലേക്കും എത്തട്ടെ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, രാധേശ്വര രാധേശ്വര, ഹരേ നാരായണ ഹരേ നാരായണ, ഹരി ഓം ഹരി ഓം.